السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. آدي أول മഹിതരായി പാടച്ചു വച്ച മുഹമ്മദ. ബദറിലും ബദർ ലംഘിടുന്നോരെ കാണുവാൻ വിധി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. اللهم صل وسلم وبارك عليه. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജീവിതത്തിൽ നുബുവത്ത് വരെയുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയും അതിൽ പിന്നെ ഹബീബായ തങ്ങളുടെ രഹസ്യ പ്രബോധനവും പ്രധാനപ്പെട്ട ആളുകളുടെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവും പിന്നീട് പരസ്യമായുള്ള പ്രബോധനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തേക്ക് ഏൽക്കേണ്ടി വരുന്ന പരിഹാസങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മൾ കുറച്ച് വിഷയങ്ങളായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് കുറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് പറയുന്നത്. എല്ലാം അറിയിലും റബീഉൽ അവ്വലിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഒരുപക്ഷെ ക്ലാസ് പൂർണ്ണമായിട്ട് കേൾക്കാൻ സൗകര്യപ്പെട്ടുകൊള്ളണം എന്നില്ല. ഏതായാലും കുറഞ്ഞ വിഷയത്തിൽ കാര്യം പറഞ്ഞ് പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 45 വയസ്സ് പ്രായം. അതായത് നുബുവത്തിന് 5-ാം വർഷത്തോടുകൂടെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഹബീബായ തങ്ങൾക്കും സ്വഹാബത്തിനും നേരിടേണ്ടി വരികയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മക്കയിൽ നിന്ന് ഹബിഷ എന്ന് പറയുന്ന എത്യോപ്യ എന്ന് പറയുന്ന നാട്ടിലേക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പലായനം ചെയ്യാൻ ഹിജ്റ പോകാനുള്ള സമ്മതം ലഭിക്കുകയാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട നജാഷി രാജാവ്, അതായത് അസ്ഹമത്ത് ബനുൽ അബ്ജർ എന്ന പേരിൽ അറിയപ്പെടുന്ന നജാഷി രാജാവിന്റെ ഭരണപ്രദേശത്തേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ ഭാര്യയാകുന്ന മഹദിയായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയും അടക്കം 12 ആണുങ്ങളും 4 പെണ്ണുങ്ങളുമുള്ള ഒരു ടീം ആദ്യമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഖുറൈശികളാകുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന വിഷയം അവരറിയുകയും പോയി കുറച്ചു നാളുകൾക്ക് ശേഷം തന്നെ ഈ ആളുകൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുകയാണ്. പക്ഷേ അവർക്ക് കിട്ടിയ ആ വാർത്ത, ആ ന്യൂസ് അത് ശരിയായിരുന്നില്ല. അങ്ങനെ കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും
നമുക്കറിയാം, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് തന്നെ വലിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ്. ഉമയ്യത്തിന്റെ അടിമയാണ് ബിലാൽ തന്നെ. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കാരണത്താൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലൊരു ബള്ളിയിടുകയും അത് മക്കൾക്ക് കളിക്കാൻ കൊടുക്കുകയും മക്കൾ ആ ബള്ളി വലിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയും ആ രീതിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായി. പിന്നെയാണ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ പൊയ്യ മണലിൽ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കടത്തുകയും അവിടുത്തെ തടിയിലേക്ക് ശക്തമായ വലിയ പാറക്കല്ലുകളെ വെക്കുകയും ചെയ്യുകയും, പക്ഷേ എന്തു ചെയ്താലും അല്ലാഹു അഹദ് അഹദ് എന്ന വാചകത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവര് പിറകോട്ട് പോകുന്നില്ല. ആ രീതിയിൽ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ ചെറുതല്ല. പിന്നീട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് ബിലാൽ തങ്ങളെ മോചിപ്പിക്കുന്നതും അവിടുത്തെ സ്വതന്ത്രനാക്കി മാറ്റുന്നതും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പിന്നീട് ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ ജീവിച്ച ജീവിതം സംഭവ ബഹുലമാണ്. ഏതായാലും ഈ രീതിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ചെറിയ പ്രയാസങ്ങളുമൊന്നുമായിരുന്നില്ല അവർ സഹിച്ചിരുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി എത്യോപ്യയിലേക്ക് ഒരു വിഭാഗത്തെ, ഒരു ടീമിനെ അയക്കുകയാണ്. ആരാണ്? ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 83 ആണുങ്ങളും 18 പെണ്ണുങ്ങളും ആ സംഘത്തിലുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ഉമയ്യ എന്നവരുടെ കയ്യിലായിട്ട് ഹബീബായ തങ്ങൾ ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലൻ നജ്ജാശി മലിക്കിൽ ഹബ്ശ ഇന്നി അഹ്മദു ഇലൈക്കല്ലാഹ لا الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിയ കത്തിന്റെ ആദ്യ വചനങ്ങളാണ്. നജാശി രാജാവിലേക്ക് കത്തെഴുതുകയാണ്. എന്താ എഴുതുന്നത്? ഞാൻ അള്ളാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദ് നബിയാണ്. എന്നിൽ നിന്ന് നിങ്ങളിലേക്കൊരു കത്ത്. എന്താ വിഷയം പറയുന്നത്? പ്രാരംഭമെല്ലാം കഴിഞ്ഞുകൊണ്ട് വഅശ്ഹദു അന്ന ഈസ ഇബ്ന മറിയമ റൂഹുല്ലാഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മറിയമൽ ബതൂലി ത്വയ്യിബ എന്ന് തുടങ്ങിയിട്ട് കത്ത് തുടരുകയാണ്. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാണ്. ബഹുമാനപ്പെട്ടവര് പരിശുദ്ധനാണ്. പരിശുദ്ധയായ പതിവ്രതയായ മറിയം ബീവിയിലേക്ക് അല്ലാഹു തആല റൂഹ് ഊതുകയും അതിൽ നിന്ന് ഉടലെടുത്തവരാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എന്നും അതിന്റെ ശേഷം വഇന്നി അദ്ഉക ഇലല്ലാഹി വഹ്ദഹു ലാ ശരീക ലാ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയ കത്തില് നജാശി രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ശേഷം പറയുന്നുണ്ട്, ഞാൻ വഖദ് ബഅത്തു ഇലൈക ഇബ്നി അമ്മി ജഅഫറൻ വമഅഹു നഫറുൻ മിനൽ മുസ്ലിമീന വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. ഞാൻ എൻ്റെ കൂടെ ഏതായി കത്ത്, ഇതിന്റെ കൂടെ എൻ്റെ അമ്മിന്റെ മകനാകുന്ന അബൂ ത്വാലിബ്, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്നവരെയും കുറച്ചാളുകളെയും അയക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. സന്മാർഗം പിന്തുടർന്നവർക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് തുടങ്ങുന്ന ആ കത്തില് ബഹുമാനപ്പെട്ട നജാഷി എന്നവര് ആ കത്ത് വായിക്കുകയും വളരെ വിനയത്തോടുകൂടെ തന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കത്തിനെ സുബ്ഹാന റബ്ബി അവിടുത്തെ 2 കണ്ണുകളുടെയും ഭാഗത്ത് വെക്കുകയും ശേഷമതാ ഷഹാദത്ത് കലിമ ചൊല്ലി ബഹുമാനപ്പെട്ടവരും മുസ്ലിമാവുകയാണ്. ശേഷം പറയുന്നു,
ലൗ കുന്തു അസ്തതീഉ അൻ ആതീഹി ലഅതൈതുഹു. എനിക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ, ഹബീബായ തങ്ങളുടെ അടുക്കൽ പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവിടുത്തെ അടുക്കലേക്ക് പോയിരുന്നു. പിന്നീട് അവിടുന്ന് മറുപടി എഴുതുകയാണ്. ഹബീബായ തങ്ങളിലേക്ക് എഴുതുന്നത് അതാ നജാഷിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദ് നബിയിലേക്കുള്ള കത്താണെന്ന് പറഞ്ഞുകൊണ്ട്, ഓ നബിയായവരെ, അള്ളാഹുവിന്റെ നബിയായവരെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുതാൻ നിങ്ങളുടെ എഴുത്തെനിക്ക് കിട്ടി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബിയെ കുറിച്ച് പറഞ്ഞത് ഞാൻ വായിച്ചു, ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞതിനേക്കാൾ ഒരൽപ്പം പോലും അപ്പുറം ഇല്ല എന്ന് ബഹുമാനപ്പെട്ട നജാഷി എന്നവര് പറയുകയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് സന്തോഷത്തോടുകൂടെ അവിടുന്ന് പറഞ്ഞയച്ചവർക്ക് ഈ എല്ലാ സംവിധാനങ്ങളും ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് നൽകുകയും ബഹുമാനപ്പെട്ടവര് പറയുന്നു, എനിക്കിവിടെ ഭരണമോ കാര്യങ്ങളോ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ മകനെയും അതുപോലെ തന്നെ അതാ കുറച്ചാളുകളെയും അങ്ങയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവസാനമായി പറയുന്നു, യാ റസൂലല്ലാഹ് വഇൻ ശിഅത അൻ ആതിയക, നിങ്ങൾ അവിടുന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവിടുന്ന് പറയുകയാണെങ്കിൽ ഞാനത് അവിടുത്തെ അടുക്കലേക്ക് വരുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് നജാഷി രാജാവിന്റെ കത്ത് നീളുകയാണ്. ഏതായാലും അവിടെ കാണാം, ബഹുമാനപ്പെട്ട നജാഷി എന്നവര് അവിടുത്തെ മകനെ പറഞ്ഞയക്കുകയും പോകുന്ന വഴിയിൽ കടലിൽ വെച്ച് ആ കപ്പല് മുങ്ങുകയും അവര് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിൻകാലത്ത് നജാഷി എന്നവർ വഫാത്തായ വിഷയം മുത്തുനബിക്ക് കിട്ടുമ്പോ ഹബീബായ തങ്ങളതാ സ്വഹാബികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചു എന്നു കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി തങ്ങൾ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട നജാഷി എന്നവര് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടതായിട്ട് ഹബീബായ തങ്ങളിൽ ഞാൻ വിശ്വസിക്കുകയും അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാ, ആ ബിസയ ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് സന്തോളത്തിന്റെ പളക പറഞ്ഞ നബിയാണ് എന്ന് പറയുകയും എനിക്കെങ്ങാനും വലൗലാ മാ അന ഫീഹി മിനൽ മുൽക്കി വമാ തഹമ്മൽതു മിൻ അംരിൻ നാസി ലഅതൈതുഹു ഹത്താ അഹ്മിലന അലൈഹി. നജാഷി രാജാവ് പറഞ്ഞ വാക്കാണ്, എനിക്കെങ്ങാനും ഇവിടെ ജനങ്ങളുടെ ഉത്തരവാദിത്വവും ഇവിടുത്തെ അധികാരവും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ നബിയുടെ അടുക്കൽ ചൊല്ലുകയും അവിടുത്തെ ചെരുപ്പെടുത്ത് ഞാനതിനെ ചുമക്കുമായിരുന്നു. ഈ രീതിയിൽ ഒന്നാമത്തെ ഹിജറ നടക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ഹബിഷയിലേക്കാണ്. ഞാൻ പറഞ്ഞു, ഈ രീതിയിൽ പല കോലത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ സ്വഹാബത്ത് സഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടുത്തേക്ക് വല്ലാത്ത പ്രയാസം നേരിട്ടൊരു സാഹചര്യമുണ്ട്. ഹബീബായ തങ്ങളോട് ഇങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയും, നബിയേ, നമുക്ക് രഹസ്യ പ്രബോധനം നിർത്തിയിട്ട് പരസ്യമായി പ്രബോധനം നടത്തിയാലോ? ഒരിക്കൽ 38ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ടവര് ഹബീബായ തങ്ങളോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്,
ആ സമയത്ത് ഹബീബായ തങ്ങൾ സമ്മതം നൽകി. അങ്ങനെ പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ടിരുന്ന് ഈ മുസ്ലിമീങ്ങളായ ആളുകൾ പല ഭാഗങ്ങളിലും ഇരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി. എന്നിട്ടോ ബഹുമാനപ്പെട്ടവർ സംസാരിച്ചു തുടങ്ങിയപ്പോ മുശ്രിക്കീങ്ങളാകുന്ന ആളുകൾ വരികയും ബഹുമാനപ്പെട്ടവരെ അടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുകയാണ്. ആ സമയത്ത് ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന ആള് വന്നുകൊണ്ട് അയാളുടെ ജണ്ട് ചെരുപ്പും കൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മൂക്കിന്റെ ഭാഗത്തേക്ക് ഒരു അടിയടിക്കുകയാണ്. കഴിഞ്ഞില്ല, ബൈത്തിന്റെ ഭാഗത്തേക്ക് ഒരു ചവിട്ടുകയാണ്. ബഹുമാനപ്പെട്ടവര് ബോധം കെട്ടു വീണു. അവിടെയുള്ള ആളുകളൊക്കെ വിചാരിച്ചു അബൂബക്കറിന്റെ കാര്യം കഴിഞ്ഞു, അബൂബക്കർ മരിച്ചു എന്നെല്ലാം വിചാരിച്ചു. ഏതായാലും ആ സമയം അവിടെയുണ്ടായിരുന്ന ബനൂ തൈമ ഗോത്രക്കാർ, അതായത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഗോത്രം, അവരതാ അദ്ദേഹത്തെ മുശ്രിക്കീങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഒരു വസ്ത്രത്തിൽ താങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഔത്തിലേക്ക്, വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായി എന്നാണ് അവര് വിചാരിച്ചത്, ആര് അടിച്ച ആളുകൾ വിചാരിച്ചത്. എന്നു മാത്രമല്ല, ബനൂ തൈമ ഗോത്രക്കാരും ആ വിചാരത്തിലും അവര് നേരെ പള്ളിയിലേക്ക് തിരിച്ചു ചെന്നുകൊണ്ടും മുശ്രിക്കീങ്ങളാകുന്ന ആളുകളോട് പറയുകയാണ്, വല്ലാഹി ലഇൻ മാത അബൂബക്കറിൻ ലനഖ്തുലന്ന ഉത്ബത ഇബ്നു റബീഅ. അല്ലാഹു സത്യം, അബൂബക്കറിനെങ്ങാനും വല്ലതും പറ്റിയാൽ, അവിടുന്ന് മൗത്തായാൽ ഉത്ബത്ത് ഇബ്നു റബീഅയെ ഞങ്ങൾ കൊല്ലുന്നതാ. ഈ രീതിയിൽ അങ്ങ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് ഈ ബനൂ തൈമ ഗോത്രക്കാരും അവിടുത്തെ ബാപ്പയാകുന്ന അബൂ ഖുഹാഫ അടക്കമുള്ളവർ വരികയും അവര് നിരന്തരം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഇങ്ങനെ മുണ്ടിക്കൊണ്ടിരുന്നു, സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയും ഇല്ല. അങ്ങനെ മറുപടിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, വൈകുന്നേര സമയമാഴപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ബോധം വരുന്നത്. അവിടുന്ന് സംസാരിക്കുകയാണ്. ആദ്യം തന്നെ അവിടുന്ന് ചോദിക്കുന്ന ചോദ്യം, എന്നെ അറ്റാക്ക് ചെയ്ത അയാൾ എവിടെ? അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിസയോ അല്ലെങ്കിൽ അവരോട് പ്രതികാരമെടുക്കണോ? ഇങ്ങനത്തെ കാര്യമൊന്നുമല്ല ചോദിച്ചത്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചത് ഒരേ ചോദ്യമാണ്, മാ ഫുഇല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനെന്തു പറ്റി, അല്ലാഹുവിന്റെ റസൂലിനെന്തായി? ഈയൊരു ചോദ്യമാ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് അവര് കേട്ടത്. സുബ്ഹാനല്ലാഹ്, ഹബീബായ മുത്തുനബിയോടുള്ള സ്നേഹമാണ്, അവിടുത്തോടുള്ള മഹബ്ബത്താണ്. തന്റെ തടിക്കെന്തു പറ്റിയാലും കുഴപ്പമില്ല, ഹബീബായ തങ്ങൾക്കൊന്നും പറ്റരുത്. ഈ വർത്താനമങ്ങ് കേട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ബനൂ തമീം, ആ ബനൂ തൈമ ഗോത്രക്കാരും അവിടെയുള്ള ആളുകൾക്കെല്ലാം പെട്ടെന്ന് അരിശ വന്നു. അവരത് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ്. പോകുന്ന സമയത്ത് ഉമ്മുൽ ഖൈർ എന്നവരോട്, അതായത് അവിടുത്തെ ഉമ്മയോട്, അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളുമെല്ലാം നൽകാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമ്മയോട് ചോദിക്കുന്നതും എന്തു പറ്റി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്? ആ സമയത്ത്
ഉമ്മ പറഞ്ഞ മറുപടി, വല്ലാഹി മാലി ഇൽമുൻ ബി സാഹിബിക, നിന്റെ കൂട്ടുകാരനെ പറ്റിയിട്ട് എനിക്കൊരറിവില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെത്തിച്ച ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങളതാ ഇദ്ഹബി ഇലാ ഉമ്മി ജമീൽ ബിൻതിൽ ഖത്താബി ഫസ്അലീഹാ അൻഹു. ഖത്താബിന്റെ മകളാകുന്ന ഉമ്മു ജമീല എന്നവരുടെ മുട്ട നിങ്ങൾ പോയിട്ട് ഹബീബായ തങ്ങളെ കുറിച്ച് അന്വേഷിക്കൂ എന്ന് വിഷയം പറയുമ്പോ അവരതാ ഉമ്മു ജമീല റളിയല്ലാഹു അൻഹാ അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവിടുത്തെ അടുക്കലേക്ക് ചൊല്ലുകയും വിവരങ്ങൾ ചെന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. ആര്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉമ്മ. ആ സമയത്ത് മാ അഅരിഫു അബാ ബക്രിൻ വലാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്. ഉമ്മു ജമീൽ ബീവി വിചാരിച്ചത് ഹബീബായ തങ്ങളെ പറ്റി പറഞ്ഞാൽ തങ്ങളോട് ശത്രുത വെക്കുന്ന ആളുകളാണ് ഇവര്, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, അവരെന്തെങ്കിലും മുത്തുനബിയെ ചെയ്യുമെന്ന് വിചാരിച്ച് അവിടുന്ന് മറുപടി പറഞ്ഞ വാക്കാണ്, എനിക്ക് അബൂബക്കറിനെ കുറിച്ചോ ഹബീബായ തങ്ങളെ കുറിച്ചോ എനിക്കൊന്നും അറിയില്ല. അതേ സമയം ബഹുമാനപ്പെട്ട ഉമ്മു ജമീൽ എന്നവരും ആ ഉമ്മുൽ ഖൈർ എന്നവരോട് പറയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതാ അബൂബക്കറിന്റെ അടുക്കലേക്ക് അങ്ങോട്ട് വരാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമ്മു ജമീല ബീവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. ആ വന്ന സമയം മുഖത്ത് അടികിട്ടിയിട്ട് വല്ലാണ്ട് മുറിവ് വന്ന് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ടപ്പോ അവിടുന്നതാ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഇങ്ങനെ ചെയ്തവര് തെമ്മാടികളും അവിശ്വാസികളുമാണ്, അവർക്ക് അല്ലാഹു ശിക്ഷ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമ്മു ജമീല റളിയല്ലാഹു അൻഹയോട് ഹബീബായ തങ്ങൾക്ക് എന്തു പറ്റി എന്ന് ചോദിച്ച സമയം ഉമ്മു ജമീല ബീബി ഹബീബായ തങ്ങളെ കുറിച്ച് പറയും മുമ്പ് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയുന്നുണ്ട്, ഹാദിഹി ഉമ്മുക തസ്മഉ, നിങ്ങളെ ഉമ്മ ഇവിടെ ഉണ്ടല്ലോ, ഉമ്മ കേൾക്കൂലേ എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ശൈഉൻ അലൈക മിൻഹാ, അവർ നിങ്ങളൊന്നും ചെയ്യൂല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ഉമ്മു ജമീല ബീവി പറഞ്ഞു, സാലിമുൻ സാലിഹുൻ, ഹബീബായ തങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഓരെ ആരും ഒന്നും ആക്കിയിട്ടില്ല, അവിടുന്ന് ഉഷാറായിട്ട് തന്നെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിക്കുകയാണ്, ഹബീബായ തങ്ങളിപ്പോൾ എവിടെയുണ്ട്? മഹദി പറഞ്ഞു, അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, فإن لله علي أن لا أذوق طعاما ولا أشرب شرابا أو أوتي رسول الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് വരെ ഇനി മുതൽ ഭക്ഷണവും വെള്ളവും ഞാൻ കുടിക്കുകയില്ല എന്ന് സിദ്ദീഖുൽ അക്ബർ പറയുകയും, സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളെ കാണണമെന്ന ആഗ്രഹമാണ്. ആ സമയത്ത് ആൾമാരെല്ലാം പോയി കഴിഞ്ഞപ്പോ ഉമ്മു ജമീൽ എന്നവരും ഉമ്മുൽ ഖൈർ എന്ന് പറയുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉമ്മയും ചുമന്നുകൊണ്ട് അതാ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. യാ റബ്ബ് യാ അല്ലാഹ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ട സാത്തുക്ക്
ഹബീബായ തങ്ങൾ അദ്ദേഹത്തിലേക്ക് തിരിയുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് വല്ലാത്ത കരുണ കാണിക്കുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ആര്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഒരു തെമ്മാടിയായ മനുഷ്യൻ എന്റെ മുഖത്തെ കടിച്ചു എന്ന പ്രശ്നമേയുള്ളൂ, വേറെ ഒരു കുഴപ്പവും ഇല്ല നബിയേ എന്നു പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയാണ്, ഈ നബിയേ, എന്റെ ഈ ഉമ്മ അവരുടെ മകനോട് വലിയ ഗുണം ചെയ്യുന്നവരാണ്, അങ്ങ് വലിയ ബറക്കത്തുള്ളവരല്ലേ, അതിനാൽ ഫദ്ഉഹാ ഇലല്ലാഹ്, അല്ലാഹുവിനോടങ്ങ് ഒന്ന് ദുആ ചെയ്താലും നബിയേ. ഹബീബായ തങ്ങളതാ അവിടുന്ന് ദുആ ചെയ്താൽ ആ ഉമ്മ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, അതിനു വേണ്ടിയാണ് നബിയേ. അവിടുന്ന് ഹബീബായ തങ്ങൾ ദുആ ചെയ്തു, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ആ ഉമ്മ മുസ്ലിമാവുകയാ. നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സഹിച്ച ത്യാഗം, ബിലാൽ തങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ രീതിയിൽ എത്രയെത്ര വിഷയങ്ങളാ, എത്രയെത്ര സംഭവങ്ങളാ ഇസ്ലാമിന്റെ വളർച്ച കണ്ടുകൊണ്ടും ഇസ്ലാമിനെ പ്രതിരോധത്തിലാക്കാൻ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ കൊല്ലാൻ തീരുമാനിക്കുകയും ആ വിഷയമറിഞ്ഞപ്പോൾ അബൂ ത്വാലിബ് എന്നവരും ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുന്നത് തടയാൻ അവരുടെ പാർപ്പിട പ്രദേശത്ത് തന്നെ താമസിപ്പിക്കുകയാണ്. കാരണമെന്താ? ഹബീബായ തങ്ങൾ അവിടുത്തെ കുടുംബം തന്നെയല്ലേ, അവിടുത്തെ വംശം തന്നെയല്ലേ. അതാ ജാഹിലിയ കാലത്തൊരു സമ്പ്രദായമാണത്. കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കൊരു പ്രയാസം വന്നാൽ എല്ലാവരും അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. ആ രീതിയിൽ അവിശ്വാസികളായ ആളുകളും ഹബീബായ തങ്ങൾക്കും സംരക്ഷണമൊരുക്കുകയാ. ഈ വിവരമറിഞ്ഞ ഖുറൈശികൾ അവര് ബനു ഹാഷിമിനും ബനു മുത്തലിബിനുമെതിരെ ബഹിഷ്കരണ കരാർ എഴുതി കഅബയിൽ തൂക്കി. അതായത് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, മുഹമ്മദ് നബിയെ കൊല്ലാൻ വിട്ടുതരുന്നത് വരെ ബനു ഹാഷിം ബനു മുത്തലിബ് എന്നീ രണ്ട് കുടുംബങ്ങളുമായി വിവാഹബന്ധമോ കച്ചവട ബന്ധമോ മറ്റു രീതിയിലുള്ള ഒരു പരിഹാര മാർഗങ്ങളോ ഒരിക്കലും തേടാൻ പറ്റില്ല എന്ന് തുടങ്ങുന്ന കരാർ സുബ്ഹാനല്ലാഹ് അത് എഴുതിയത് മൻസൂർ ഇബ്നു ഇക്രിമ എന്ന ആളാണ്, അല്ല ബഈദ് ഇബ്നു ആമിർ എന്ന ആളാണെന്നും അഭിപ്രായമുണ്ട്. എന്നാലും ബഈദ് എന്ന ആളാണ് എഴുതിയത് എന്ന് പ്രബലമായ അഭിപ്രായം. ഏതായാലും ആരെഴുതിയാലും ഇത് എഴുതിയ ആളുടെ കയ്യ് അത് എഴുതലോടുകൂടെ കുടഞ്ഞു പോവുകയാണ്. നൂബത്തിന്റെ 7-ാം വർഷം ഒരു മുഹറം മാസത്തിലാണ് ഇങ്ങനൊരു കരാർ എഴുതുന്നത്. ഈ ബഹിഷ്കരണ കരാർ അതങ്ങ് വന്നതോടുകൂടെ സുബ്ഹാനല്ലാഹ് ബനു ഹാഷിം ബനു മുത്തലിബ് അബൂ ത്വാലിബിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ പാർപ്പിട പ്രദേശത്ത് അവിടെ അതാ ഷിഅബ് അബൂ ത്വാലിബിലാണ് അവരെല്ലാം താമസിക്കുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവരുടെ കൂടെ അവിടുത്തെ പാർപ്പിട പ്രദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിലും അടുത്ത കുടുംബം തന്നെയാകുന്ന അബൂ ലഹബ് അവർ ഖുറൈശികൾക്കൊപ്പം നിൽക്കുകയാ. ഏതായാലും
2 3 വർഷക്കാലം അവിടെ തന്നെ താമസിക്കുകയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, കൃത്യമായി കഴിക്കാൻ ഭക്ഷണമില്ല, സർവം ഉപരോധമാണ്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് ആ ബഹിഷ്കരണ കാലയളവിൽ താമസിക്കുമ്പോൾ അബൂ ത്വാലിബ് എന്നവർ എല്ലാ ദിവസവും ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് കേൾക്കും, ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല എന്നു മാത്രമല്ല, എല്ലാവരും ഉറങ്ങിയ ശേഷം മക്കളെയോ സഹോദരങ്ങളെയോ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിൽ കിടക്കാൻ ആവശ്യപ്പെട്ട് ശത്രുക്കളുടെ ഉപദ്രവമേൽക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേറെ ആൾമാരുടെ വിരിപ്പിൽ കിടക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഏതായാലും ആ കരാറ് കഅബാലയത്തിന്റെ അവിടെ ചുറ്റതാ കെട്ടിവെച്ച കരാറാണ്. കാലങ്ങൾക്കപ്പുറം അത് ചിതല് തിന്ന് നശിക്കുകയാണ്. അതോടുകൂടെ ഗത്യന്തരമില്ലാതെ ഖുറൈശികൾ ആ കരാറ് അവസാനിപ്പിക്കുകയാ. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകൾ നേരിട്ട് സഹിച്ചു നിൽക്കുന്ന സമയം ഹബീബായ തങ്ങൾക്ക് 49 വയസ്സും 8 മാസവും 11 ദിവസവുമായപ്പോഴാണ് ഹബീബായ തങ്ങൾക്ക് താങ്ങും തണലും എല്ലാമായി നിലനിന്ന ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്ന മൂത്താപ്പ വഫാത്താകുന്നത്. ബഹുമാനപ്പെട്ടവർക്ക് 87 വയസ്സായിരുന്നു. 87 വയസ്സായിരുന്നു. കഴിഞ്ഞില്ല. അതിൽ പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് റമളാൻ മാസത്തില് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്നും വഫാത്താവുകയാണ്. ഹബീബായ തങ്ങൾക്കൊപ്പം 25 വർഷമാണ് മഹദി ജീവിച്ചത്. ആ കാലയളവ് അത്രമേൽ സുന്ദരമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയങ്ങളാണ്. ഏതായാലും ഹബീബായ തങ്ങളുടെ മൂത്താപ്പയും അവിടുത്തെ പ്രിയ പത്നിയും മരിക്കലോടെ മുത്തുനബിക്ക് വല്ലാത്ത ബേജാറ് വരികയാണ്. അതുകൊണ്ടുതന്നെ ആ വർഷത്തിരിക്ക് ആമുൽ ഹുസ്ന്, ദുഃഖത്തിന്റെ വർഷം എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുന്ന് പരിചയപ്പെടുത്തിയത് എന്ന് കാണാം. ആ രീതിയിൽ മഹദിയായ ഖദീജ ഉമ്മ ഹബീബായ തങ്ങളെ വിട്ടുപോയതിൽ പിന്നെയാണ് 3 മാസക്കാലം കഴിഞ്ഞ് ഹബീബായ തങ്ങൾ ത്വായിഫിലേക്ക് യാത്ര പോവുകയാ. ത്വായിഫിലേക്ക് യാത്ര പോകുമ്പോ അബൂ ത്വാലിബ് എന്നവര് മരിക്കലോടുകൂടെ ശത്രുക്കളുടെ പീഡനം ജാസ്തിയായിട്ടുണ്ട്. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ പോയിട്ട് അവിടെയുള്ള സഖീഫ് ഗോത്രക്കാരും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഒരു മാസക്കാലം താമസിക്കാമെന്നൊക്കെയാണ് കരുതിയത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള റെസ്പെക്റ്റ് കൊടുത്തില്ല. മുത്തുനബിയെ സ്വീകരിച്ചില്ല. ഹബീബായ തങ്ങളെ പ്രയാസപ്പെടുത്താൻ, അവിടുത്തെ ബേജാറാക്കാൻ ക്യാഷ് കൊടുത്തുകൊണ്ടും അടിമകളെയും ആ കൂട്ടത്തിലെ വിഡ്ഢികളെയും അവരത് പറഞ്ഞയക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസ ഇബ്നു ഉഖബ തങ്ങൾ പറയുന്നത് കാണാം, ഹബീബായ തങ്ങളുടെ മേൽ അവർ കല്ലെറിഞ്ഞിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു അവിടുന്ന് സഹിച്ച ത്യാഗമെത്രയാ. ഹബീബായ തങ്ങളുടെ തടിയിലേക്ക് വരുന്ന കല്ലുകളെ സ്വന്തം തടി കൊണ്ട് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു തടുക്കുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ തലയിലതാ
ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു എന്നു കാണാം. സ്വശരീരത്തെക്കാൾ അവര് പരിഗണിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാ. ആ പരിഗണനയാണ് അവരെ വലിയ മഹാന്മാരാക്കിയത്, മഹത്തുക്കളാക്കിയത്. അല്ലാഹുവേ, അവരുടെയൊക്കെ കൂടെ ഞങ്ങൾക്കും സ്വർഗത്തിലൊന്ന് പോകണം. അതിനുള്ള വഴി നീ കാണിച്ചു നൽകണേ അല്ലാ. അതിനുള്ള ഹേതുവായി ഞങ്ങളുടെ ഈ ക്ലാസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ. പാപികളാണ്, ദോഷികളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിഗണിക്കുന്ന ഉമ്മത്തീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നീ ജാസ്തിയാക്കി നൽകണേ അല്ലാ. അവിടുത്തോടുള്ള മഹബ്ബത്ത് ജാസ്തിയായി അവിടുത്തെ കിരാവിൽ ഞങ്ങൾക്ക് കാണിച്ചു നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളിങ്ങനെ ചരിത്രം പറയുന്നു, ഞങ്ങൾ കേൾക്കുന്നു അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ചരിത്രങ്ങൾ ഉൾക്കൊള്ളാൻ മഹത്തുക്കളായ സ്വഹാബത്ത് സഹിച്ച പീഡനങ്ങൾ, പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഈ വിശുദ്ധ മാർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അല്ലാ. അവരുടെയൊക്കെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, കാവല് നൽകണേ അല്ലാ. നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ ക്ലാസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا. ഏതായാലും നുബുവത്തിന്റെ 10ാം വർഷം അബൂ ത്വാലിബും മഹദിയായ ഖദീജ ഉമ്മയും വഫാത്തായതിൽ പിന്നെ ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടാവുകയും ആ സമയം അല്ലാഹു തആല ഹബീബായ തങ്ങളെ ഒരു യാത്ര കൊണ്ടുപോയി. ഇസ്രാ മിഅ്റാജ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു ഖബൂലാക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.